ഇന്ത്യൻ ഐ.ടി. വ്യവസായത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നാണ് ഇൻഫോസിസ്. 1981-ൽ എൻ.ആർ. നാരായണമൂർത്തിയുടെ നേതൃത്വത്തിൽ 7 സുഹൃത്തുക്കൾ ചേർന്ന് വെറും 10,000 രൂപ മൂലധനത്തിൽ തുടങ്ങിയ ഈ കമ്പനി ഇന്ന് ലോകമെമ്പാടുമുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് സേവനം നൽകുന്ന ഒരു ഭീമൻ ടെക് കമ്പനിയാണ്. സുതാര്യമായ പ്രവർത്തന രീതി, ജീവനക്കാർക്ക് ഓഹരികൾ നൽകി അവരെ കോടീശ്വരന്മാരാക്കിയ മാതൃക, ഉയർന്ന കോർപ്പറേറ്റ് മൂല്യങ്ങൾ എന്നിവയെല്ലാം ഇൻഫോസിസിനെ സാധാരണക്കാരുടെ ഇടയിൽ പോലും ഒരു അത്ഭുതമാക്കി മാറ്റി. എന്നാൽ പുറമേ കാണുന്ന ഈ വലിയ വിജയങ്ങൾക്ക് പിന്നിൽ ഇരുണ്ട അധ്യായങ്ങളുമുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ കമ്പനിക്ക് നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക തകർച്ചകൾ, മാനേജ്മെന്റ് തർക്കങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, നിയമക്കുരുക്കുകൾ, ഉൽപ്പന്നങ്ങളുടെ പരാജയം തുടങ്ങിയ നിരവധി വെല്ലുവിളികളാണ്. കോർപ്പറേറ്റ് ലോകത്തെ ഒരു മാതൃകയായിരുന്ന ഇൻഫോസിസ് എങ്ങനെയാണ് ഈ വിവാദങ്ങളിൽ അകപ്പെട്ടതെന്നും അത് കമ്പനിയെ എങ്ങനെ ബാധിച്ചുവെന്നും പരിശോധിക്കാം. ഇൻഫോസിസിന്റെ മൂല്യങ്ങൾക്ക് ആദ്യമായി മങ്ങലേറ്റത് 2002-ലാണ്. ആ സമയത്ത് കമ്പനിയുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളും ആഗോള വിൽപ്പനാ വിഭാഗത്തിന്റെ തലവനുമായിരുന്ന ഫണീഷ് മൂർത്തിക്ക് നേരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണം വലിയ വാർത്തയായി. ഫണീഷ് മൂർത്തിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന രേഖ മാക്സിമോവിച്ച് എന്ന വിദേശ വനിതയാണ് അമേരിക്കൻ കോടതിയിൽ പരാതി നൽകിയത്. ഇൻഫോസിസ് പോലൊരു കമ്പനിയിൽ നിന്ന് ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു ഇത്. ഈ സംഭവം കമ്പനിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഫണീഷ് മൂർത്തിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 2003-ൽ ഏകദേശം $3 മില്യൺ നൽകിയാണ് ഇൻഫോസിസ് ഈ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയത്. ഈ പണത്തിൽ പകുതി കമ്പനിയും ബാക്കി ഇൻഷുറൻസ് സ്ഥാപനവുമാണ് നൽകിയതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ മോശം പെരുമാറ്റം കാരണം കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത് നിക്ഷേപകരെയും ജീവനക്കാരെയും ഞെട്ടിച്ചു. ഈ സംഭവത്തിന് ശേഷം കമ്പനി മുന്നോട്ട് കുതിച്ചെങ്കിലും ഒരു ദശാബ്ദത്തിന് ശേഷം വലിയൊരു നിയമപ്രശ്നം അമേരിക്കയിൽ വീണ്ടും ഇൻഫോസിസിനെ തേടിയെത്തി. 2013-ലെ വിസ തട്ടിപ്പ് വിവാദമായിരുന്നു അത്. അമേരിക്കയിൽ പ്രൊജക്ടുകൾ ചെയ്യാൻ പോകുന്ന ഐ.ടി. ജീവനക്കാർക്ക് സാധാരണയായി H-1B വിസയാണ് ആവശ്യമുള്ളത്. ഇത് ലഭിക്കാൻ വലിയ ചിലവും നിയമപരമായ നിയന്ത്രണങ്ങളുമുണ്ട്. ഇത് മറികടക്കാൻ ഇൻഫോസിസ് B1 എന്ന സന്ദർശക വിസയിൽ തങ്ങളുടെ ജീവനക്കാരെ അമേരിക്കയിൽ അയച്ച് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യിപ്പിച്ചു എന്നതായിരുന്നു കേസ്. കമ്പനിയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യമായി അമേരിക്കൻ സർക്കാരിനെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് അമേരിക്കൻ സർക്കാരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് പ്രകാരം $34 മില്യൺ പിഴയായി അടയ്ക്കാൻ ഇൻഫോസിസ് നിർബന്ധിതരായി. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഒരു കമ്പനി വിസ നിയമലംഘനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പിഴയായിരുന്നു ഇത്. തങ്ങൾ രേഖകൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും എന്നാൽ ബോധപൂർവം വിസ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും കമ്പനി വിശദീകരിച്ചെങ്കിലും അമേരിക്കൻ വിപണിയിൽ ഇൻഫോസിസിന്റെ പേരിന് ഇത് വലിയ കളങ്കമുണ്ടാക്കി. 2014 മുതൽ 2017 വരെയുള്ള കാലഘട്ടം ഇൻഫോസിസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമയമായിരുന്നു. കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളല്ലാത്ത ആദ്യത്തെ സിഇഒ ആയി വിശാൽ സിക്ക ചുമതലയേറ്റത് 2014-ലാണ്. SAP എന്ന ആഗോള കമ്പനിയിൽ നിന്ന് വന്ന സിക്കയുടെ പ്രവർത്തന രീതികൾ ഇൻഫോസിസിന്റെ പഴയ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. സ്വകാര്യ വിമാനങ്ങളിലെ യാത്രകൾ, ഉയർന്ന ശമ്പളം, ആഡംബര രീതികൾ എന്നിവ പഴയ സ്ഥാപകരെ, പ്രത്യേകിച്ച് നാരായണമൂർത്തിയെ ചൊടിപ്പിച്ചു. ഇതിനിടയിലാണ് മുൻ CFO ആയിരുന്ന രാജീവ് ബൻസാലിന് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ 17.38 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാൻ തീരുമാനിച്ചത്. ഇത് വളരെ വലിയൊരു തുകയാണെന്നും ഇതിന് പിന്നിൽ ചില രഹസ്യങ്ങൾ ഒളിപ്പിക്കാനുള്ള ശ്രമമുണ്ടെന്നും നാരായണമൂർത്തി പരസ്യമായി ആരോപിച്ചു. ഇതിനു പുറമെ പനായ എന്ന ഇസ്രായേൽ കമ്പനിയെ $200 ദശലക്ഷം കൊടുത്ത് ഇൻഫോസിസ് ഏറ്റെടുത്തതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അജ്ഞാതരായ ചിലർ ഇമെയിലിലൂടെ ആരോപണം ഉന്നയിച്ചു. ഈ ഏറ്റെടുക്കലിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നാണ് ആരോപിക്കപ്പെട്ടത്. ഈ വിഷയങ്ങളെല്ലാം നാരായണമൂർത്തിയും വിശാൽ സിക്കയും തമ്മിലുള്ള വലിയൊരു പരസ്യ പോരിലേക്ക് നയിച്ചു. പനായ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സ്ഥാപകർ ആവശ്യപ്പെട്ടു. മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ 2017 ഓഗസ്റ്റിൽ വിശാൽ സിക്ക ഇൻഫോസിസ് CEO സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെ നിരന്തരം നടക്കുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കി. സിക്കയുടെ രാജിയെ തുടർന്ന് ഇൻഫോസിസിന്റെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഒടുവിൽ കമ്പനിയെ രക്ഷിക്കാൻ മറ്റൊരു സ്ഥാപകനായ നന്ദൻ നിലകനിക്ക് തിരികെ ബോർഡിലേക്ക് വരേണ്ടി വന്നു. നിലകനി തിരികെ വന്നതിന് ശേഷം കമ്പനി മെച്ചപ്പെടുന്നു എന്ന് കരുതിയ സമയത്താണ് 2019-ൽ ഇൻഫോസിസിനെ നടുക്കിയ മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായത്. പുതിയ CEO ആയിരുന്ന സലിൽ പരേഖിനും CFO ആയിരുന്ന നിലഞ്ജൻ റോയ്ക്കുമെതിരെ കമ്പനിയിലെ തന്നെ ഒരു കൂട്ടം ജീവനക്കാർ എത്തിക്കൽ എംപ്ലോയീസ് എന്ന പേരിൽ ബോർഡിനും അമേരിക്കൻ ഓഹരി നിയന്ത്രണ ഏജൻസിക്കും കത്തയച്ചു. കമ്പനിയുടെ ലാഭം കൃത്രിമമായി ഉയർത്തിക്കാണിക്കാൻ ഈ 2 ഉദ്യോഗസ്ഥരും തെറ്റായ അക്കൗണ്ടിംഗ് രീതികൾ ഉപയോഗിക്കുന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. യാത്രകളുടെയും വിസയുടെയും ചെലവുകൾ രേഖപ്പെടുത്താതിരിക്കാനും
നിയമവിരുദ്ധമായി വലിയ കരാറുകൾ സ്വന്തമാക്കാനും സലിൽ പരേഖ് നിർബന്ധിക്കുന്നു എന്ന് കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തു വന്ന ദിവസം ഇൻഫോസിസിന്റെ ഓഹരി വില ഒറ്റയടിക്ക് 16% ഇടിഞ്ഞത്. ഒരൊറ്റ ദിവസം കൊണ്ട് കമ്പനിയുടെ മൂല്യത്തിൽ നിന്ന് 53,000 കോടി രൂപ ഇല്ലാതായി. അമേരിക്കയിലും ഇന്ത്യയിലും കമ്പനിക്കെതിരെ അന്വേഷണങ്ങൾ ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഇൻഫോസിസിന്റെ ഓഡിറ്റ് കമ്മിറ്റിയും അമേരിക്കൻ SECയും നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകളില്ലെന്ന് കണ്ടെത്തി അവർക്ക് ക്ലീൻ ചിറ്റ് നൽകി. എങ്കിലും ഈ സംഭവം നിക്ഷേപകർക്കിടയിൽ ഉണ്ടാക്കിയ ആശങ്ക ചെറുതായിരുന്നില്ല. സർക്കാർ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരാജയങ്ങളാണ് ഇൻഫോസിസിനെ പിന്നീട് ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനുള്ള പുതിയ പോർട്ടൽ നിർമ്മിക്കാനുള്ള കരാർ ഇൻഫോസിസ് ആണ് ഏറ്റെടുത്തത്. 2021 ജൂണിൽ ഈ പോർട്ടൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തെങ്കിലും ആദ്യ ദിവസം മുതൽ തന്നെ വലിയ സാങ്കേതിക തകരാറുകളാണ് ഉണ്ടായത്. ആളുകൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, തെറ്റായ ടാക്സ് ഫിഗേഴ്സ് കാണിച്ചു, വെബ്സൈറ്റ് വെരി സ്ലോ ആയി. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും സാധാരണക്കാരും സോഷ്യൽ മീഡിയയിൽ ഇൻഫോസിസിനെതിരെ കടുത്ത വിമർശനം ഉയർത്തി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IT കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് പോലും ശരിയായി നിർമ്മിക്കാൻ കഴിയില്ലേ എന്നായിരുന്നു ചോദ്യം. പ്രശ്നം ഗുരുതരമായപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് ഇൻഫോസിസ് CEO സലിൽ പരേഖിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ശാസിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്ത്യശാസനം നൽകുകയും ചെയ്തു. ഇതിനു മുമ്പ് GST പോർട്ടൽ നിർമ്മിച്ചപ്പോഴും സമാനമായ പാളിച്ചകൾ ഇൻഫോസിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ കരാറുകൾ ലഭിച്ചിട്ടും നിലവാരമില്ലാത്ത ഉൽപ്പന്നം നൽകിയത് കമ്പനിയുടെ സാങ്കേതിക മികവിനെ തന്നെ ചോദ്യം ചെയ്തു. ഇക്കാലയളവിൽ കമ്പനിയും ജീവനക്കാരും തമ്മിലുള്ള ബന്ധവും വളരെ വഷളായി. 2022 ഇൻഫോസിസ് തങ്ങളുടെ ഓഫർ ലെറ്ററുകളിൽ ഉൾപ്പെടുത്തിയ നോൺ കോമ്പിറ്റ് വ്യവസ്ഥ വലിയ വിവാദമായി. ഇൻഫോസിസിൽ നിന്ന് ജോലി വിടുന്ന ഒരു ജീവനക്കാരന് അടുത്ത 6 മാസത്തേക്ക് TCS, വിപ്രോ, കോഗ്നിസന്റ് തുടങ്ങിയ എതിരാളികളായ കമ്പനികളിൽ അതേ ക്ലയന്റുമായി ബന്ധപ്പെട്ട ജോലികളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നതായിരുന്നു വ്യവസ്ഥ. IT ജീവനക്കാരുടെ സംഘടനയായ നൈറ്റ്സ് ഇതിനെതിരെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകി. ഇത് ജീവനക്കാരുടെ തൊഴിൽ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് വലിയ വിമർശനമുയർന്നു. ഇതിന് പിന്നാലെ മൂൺലൈറ്റിംഗ് അഥവാ ഒരേ സമയം 2 കമ്പനികൾ ജോലി ചെയ്യുന്ന രീതിക്കെതിരെ ഇൻഫോസിസ് കടുത്ത നടപടിയെടുത്തു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 100 കണക്കിന് ജീവനക്കാരെ അവർ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടു. 2023-2024 കാലഘട്ടത്തിൽ ഇന്ത്യൻ IT മേഖല വലിയ സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടപ്പോൾ ഇൻഫോസിസ് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി വാഗ്ദാനം ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അതായത് ഓൺബോർഡിംഗ് തീയതി നൽകാതെ 1 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയി. ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്ന യുവജനങ്ങളുടെ പ്രതിഷേധം വലിയ വാർത്തയായി മാറി. ബിസിനസ് കുറഞ്ഞതാണ് കമ്പനി ഇതിന് കാരണമായി പറഞ്ഞത്. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് 2023 ഒക്ടോബറിൽ ഇൻഫോസിസ് സ്ഥാപകൻ നാരായണ മൂർത്തിയുടെ ഒരു പ്രസ്താവന വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. രാജ്യത്തിന്റെ വികസനത്തിനായി ഇന്ത്യയിലെ യുവാക്കൾ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയ രോഷത്തിന് കാരണമായി. കഴിഞ്ഞ 10 വർഷമായി ഇൻഫോസിസിൽ ജോലിക്ക് കയറുന്ന തുടക്കക്കാർക്ക് നൽകുന്നത് വർഷത്തിൽ വെറും 3.5 ലക്ഷം രൂപയാണെന്നും വിലക്കയറ്റം ഇത്രയും കൂടിയിട്ടും ജീവനക്കാരുടെ ശമ്പളം കൂട്ടാത്ത കമ്പനിയുടെ സ്ഥാപകൻ അവരോട് 70 മണിക്കൂർ പണിയെടുക്കാൻ പറയുന്നത് ക്രൂരതയാണെന്നും ജനങ്ങൾ വിമർശിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ ശമ്പളവും ബോണസും നൽകുമ്പോൾ സാധാരണ ജീവനക്കാരെ കമ്പനി ചൂഷണം ചെയ്യുകയാണെന്ന ചർച്ചകൾ ഇത് സജീവമാക്കി. ഏറ്റവും ഒടുവിലായി 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നികുതി വകുപ്പിൽ നിന്ന് ഇൻഫോസിസിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. ഇൻഫോസിസ് വിദേശത്തുള്ള തങ്ങളുടെ ബ്രാഞ്ചുകളിൽ നിന്ന് സേവനങ്ങൾ ഇറക്കുമതി ചെയ്ത വകയിൽ 32,403 കോടി രൂപ GST ഇനത്തിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് GST ഇന്റലിജൻസ് നോട്ടീസ് അയച്ചു. കമ്പനിയുടെ 1 വർഷത്തെ ലാഭത്തെക്കാൾ വലിയ തുകയായിരുന്നു ഇത്. ഇത് നിയമവിരുദ്ധമാണെന്നും തങ്ങൾ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലെന്നും കമ്പനി വിശദീകരണം നൽകി. പിന്നീട് ഇതിലെ ഒരു ഭാഗം തുക സർക്കാർ പിൻവലിച്ചെങ്കിലും സർക്കാർ ഏജൻസികളുമായുള്ള ഈ നിയമയുദ്ധം നിക്ഷേപകരിൽ വലിയ ഭയം സൃഷ്ടിക്കുകയും ഓഹരി വിപണിയിൽ ഇൻഫോസിസിന്റെ വില ഇടിയാൻ കാരണമാവുകയും ചെയ്തു. ചുരുക്കത്തിൽ വെറും ഒരു ഗാരേജിൽ നിന്ന് തുടങ്ങി ലോകം അറിയപ്പെടുന്ന IT ഭീമനായി മാറിയ ഇൻഫോസിസിന്റെ വളർച്ചയുടെ പാത ഒരിക്കലും സുഗമമായിരുന്നില്ല. മികച്ച കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന അവകാശവാദങ്ങൾക്കിടയിലും ലൈംഗിക പീഡന കേസുകൾ, വിസ തട്ടിപ്പുകൾ, നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ, മാനേജ്മെന്റ് തലത്തിലെ അധികാര വടംവലികൾ, വിപണിയിലെ തകർച്ചകൾ, ജീവനക്കാരുടെ ചൂഷണം എന്നിങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനി നേരിടാവുന്ന എല്ലാത്തരം കറുത്ത അധ്യായങ്ങളിലൂടെയും ഇൻഫോസിസ് കടന്നുപോയിട്ടുണ്ട്. ഓരോ പ്രതിസന്ധിയിലും തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് കമ്പനി വാദിക്കാറുണ്ടെങ്കിലും പലപ്പോഴും കോടിക്കണക്കിന് രൂപ പിഴയടച്ചും CEOമാരെ പുറത്താക്കിയുമാണ് അവർ മുഖം രക്ഷിച്ചത്. ഒരു ബിസിനസ് സാമ്രാജ്യം എത്ര വലുതാണെങ്കിലും അതിന്റെ ഉള്ളിലെ അഴിമതികളും വീഴ്ചകളും എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരുമെന്നും അത് കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമെന്നും ഇൻഫോസിസിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.